Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the topic what do you mean by allocation and apportionment of expenses and allocation and apportionment of income. Today we are going to discuss the basis of apportionment of expenses to various department. എന്ത് ബേസിലാണ് നമ്മൾ എക്സ്പെൻസസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. Items like advertisement, traveling expenses, salesman's salary, salesman's commission, selling expenses, discount allowed, freight outwards, provision for discount on debtors, sales manager's salary, bad debts, provision for bad debts, etc. These items of expenses are apportioned on the basis of sales of each department. Suppose നമുക്ക് ഒരു ABC 3 സെക്ഷൻ അല്ലെങ്കിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ സെയിൽസ് എമൗണ്ട് 1 lakh 2 lakh 3 lakh ആ ഒരു പ്രൊപ്പോർഷനിലാണ് അവിടുത്തെ സെയിൽസ് നടന്നതെങ്കിൽ 1:2:3 എന്ന പ്രൊപ്പോർഷനിലായിരിക്കണം ഈ എക്സ്പെൻസസ് എന്ത് ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യേണ്ടുന്നത്. ദാറ്റ് മീൻസ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഐറ്റംസ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ അഡ്വർടൈസ്മെൻറ്റ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, salesman salary, salesman commission, selling expenses, discount allowed, freight outwards, provision for discount on debtors, sales manager's salary, bad debts, provision for bad debts, etc. Okay, these items are apportioned on the basis of sales of each department. Okay, then next items, rent, rates and taxes, air conditioning expenses, heating. 3 items ഒന്നും കൂടെ പറയാം. rent, rates and taxes, air conditioning expenses, then heating. These 3 items are apportioned on the basis of area or value of floor space occupied ആണ്. ഫ്ലോർ സ്പേസ് ഓക്കുപ്പൈഡിൻ്റെ സ്പേസിലായിരിക്കും. ഓക്കെ, ഒന്നുകിൽ ഏരിയ ആണ് തരുന്നതെങ്കിൽ ഏരിയ നമുക്ക് സ്ക്വയർ ഫീറ്റിലായിരിക്കും തരിക. അതിൻ്റെ ബേസിൽ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫ്ലോർ സ്പേസ് ഉണ്ടാകും. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 3 ഐറ്റംസ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഐറ്റംസ് ഒന്നും കൂടി പറയാം. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, എയർ കണ്ടീഷനിങ് എക്സ്പെൻസസ്, ദെൻ ഹീറ്റിംഗ്. These 3 items are apportioned on the basis of area or value of floor space. The next item, lighting. Lighting is apportioned on the basis of light point. ലൈറ്റ് പോയിൻറ്റിൻ്റെ ബേസിലായിരിക്കും ലൈറ്റിംഗ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ 3 സെക്ഷൻസ് ഉണ്ട്. ആ 3 സെക്ഷനിലും എത്ര ലൈറ്റ് പോയിൻ്റ് ഉണ്ട്, ആ ലൈറ്റ് പോയിൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ഈ ഫിഗറിനെ ആ എമൗണ്ടിനെ അപ്പോർഷൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ് പോയിൻറ്റിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഐറ്റം ഇൻഷുറൻസ് ഓൺ സ്റ്റോക്ക് ആണ്. ഇൻഷുറൻസ് ഓൺ സ്റ്റോക്ക് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സ്റ്റോക്ക് ക്യാരിയഡ്. ആവറേജ് സ്റ്റോക്ക് ക്യാരിയഡിൻ്റെ ബേസിലായിരിക്കും ഇൻഷുറൻസ് ഓൺ സ്റ്റോക്ക് അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻഷുറൻസ് ഓൺ സ്റ്റോക്ക് ഈസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സ്റ്റോക്ക് ക്യാരിയഡ്. ദെൻ നെക്സ്റ്റ് ഐറ്റം ഇൻഷുറൻസ് ഓൺ ബിൽഡിംഗ് ആണ്. ഇൻഷുറൻസ് ഓൺ ബിൽഡിംഗ് ഈസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ ഓക്കുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫ്ലോർ ഏരിയ ഓക്കുപ്പൈഡ് ആയിരിക്കും. ഓക്കെ, വാല്യൂ ഓഫ് ബിൽഡിങ്ങിൻ്റെ ബേസിൽ എടുക്കാറുണ്ട്. അതുപോലെ ഏരിയ ഓർ വാല്യൂ ഓഫ് ഫ്ലോർ സ്പേസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് ഓൺ ബിൽഡിംഗ് അപ്പോർഷൻ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഇൻഷുറൻസ് ഓൺ പ്ലാന്റ് ആൻഡ് മിഷനറി. ഇൻഷുറൻസ് ഓൺ പ്ലാന്റ് ആൻഡ് മിഷനറി. ഇൻഷുറൻസ് ഓൺ പ്ലാന്റ് ആൻഡ് മിഷനറി ആർ അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് value of plant and machinery. It is apportioned on the basis of value of plant and machinery. Then next item, group insurance premium. Group insurance premium is apportioned on the basis of direct wages. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡയറക്റ്റ് വേജസ് എത്രയാണോ ആ എമൗണ്ടിൻ്റെ എമൗണ്ട് വെച്ചുകൊണ്ട് നമ്മളൊരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ റേഷ്യോയിലായിരിക്കും എന്ത് ഡിവൈഡ് ചെയ്യുക, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓർ അപ്പോർഷൻ ചെയ്യുന്നത്. Then next item, power. Power is apportioned on the basis of ഹോഴ്സ് പവർ ഓർ വർക്കേഴ്സ് അവേഴ്സ് വർക്ക്ഡ് ആണ്. ഹോഴ്സ് പവർ ഓഫ് മെഷീൻ്റെ ബേസിൽ അല്ലെങ്കിൽ അവേഴ്സ് വർക്ക്ഡിൻ്റെ ബേസിലായിരിക്കും എന്ത് അപ്പോർഷൻ ചെയ്യുന്നത്, പവർ ഈസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ ഓർ അവേഴ്സ് വർക്ക്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം depreciation, repairs and renewals.
Next items, depreciation, then repairs and renewals. These items are apportioned on the basis of value of asset in each department. Value of asset in ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര രൂപയുടെ വാല്യൂ അല്ലെങ്കിൽ എത്ര രൂപയുടെ അസറ്റാണോ ഉള്ളത് ആ എമൗണ്ടിൻ്റെ പ്രൊപ്പോർഷനിലായിരിക്കും എന്ത് അപ്പോർഷൻ ചെയ്യുക. ഒന്ന് ഡിപ്രീസിയേഷൻ, രണ്ടാമത്തെ ഐറ്റം റിപ്പയേഴ്സ്, ദെൻ റിന്യൂവൽസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം canteen expenses, then labor welfare expenses. Canteen expenses and labor welfare expenses. These items are apportioned on the basis of number of employees in each department. Number of employees in each department. അപ്പം ഈ ക്യാൻറ്റീൻ എക്സ്പെൻസസ്, ലേബർ വെൽഫെയർ എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ള നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം work manager's salary. Work manager's salary. Work manager's salary is apportioned on the basis of time spent in each department. Time spent in each department. അപ്പോൾ ഈ മാനേജർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലായിരിക്കും എന്ത് ഡിവൈഡ് ചെയ്യുക, വർക്ക്സ് മാനേജർ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം ക്യാരിയേജ് ഇൻവേർട്സ് ആണ്. Carriage inwards are apportioned on the basis of purchase of each department. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര രൂപയുടെ പർച്ചേസസ് ആണ് നടത്തിയിട്ടുള്ളത് ആ എമൗണ്ടിൻ്റെ പിന്നെ പ്രൊപ്പോർഷനിലായിരിക്കും എന്ത് ഡിവൈഡ് ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ എന്ത് അപ്പോർഷൻ ചെയ്യേണ്ടുന്നത്, ക്യാരിയേജ് ഇൻവേർഡ്സ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ആൻഡ് ലിസൺ ദ വീഡിയോസ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. How to apportion expenses to various department. How to apportion expenses to various department. Okay.